നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷവും ഫലമൊന്നും ഇല്ലാതായ ഞാൻ ഇവിടം വിട്ടു പോവും. അർച്ചന ഇല്ലാതെ വന്ന സച്ചിൻ എന്നെ പതിയെ മറന്നു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എനിക്ക് പകരമായിട്ട് മറ്റൊരു പെണ്ണിനെ സച്ചിന്റെ ജീവിതത്തിലേക്ക് അച്ഛനായിട്ട് തന്നെ കൊണ്ടുവരണം. ഇന്ന് ശിവേട്ടന്റെ വീട്ടിൽ പോയ വിശേഷമൊന്നും താൻ പറഞ്ഞില്ലല്ലോ. അവിടെ മോള് സുഖമായിട്ടിരിക്കുന്നോ? ശിവേട്ടനെ കുറിച്ച് ഇന്ദുചേച്ചി കുറെ പരാതി പറഞ്ഞു സച്ചേട്ട. ശിവേട്ടൻ കുഞ്ഞിന്റെ കാര്യം അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നും ആളാകെ മാറിപ്പോയെന്നൊക്കെയാ ചേച്ചി പറയുന്നത്. അതെന്താ അങ്ങനെ? അവര് കുറെ നേർച്ച നടത്തിയും ട്രീറ്റ്മെന്റ് നടത്തിയൊക്കെയല്ലേ മോളുണ്ടായത്. പിന്നെ പുള്ളിക്ക് എന്ത് പറ്റി? അത് തന്നെ ഇന്ദു ചേച്ചിയുടെ സംശയം. ആശുപത്രി വെച്ച് തുടങ്ങിയതത്ര മോളോടൊരു താല്പര്യമില്ലാതെ പോലെയുള്ള പെരുമാറ്റം. ആ കുഞ്ഞൊന്ന് അലറി കരഞ്ഞാൽ പോലും അതിനെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ലാന്ന്. ഇതൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ശിവേട്ടൻ കയറി വന്നു. ഞാൻ എന്തൊക്കെയോ വായി തോന്നിയതൊക്കെ പറഞ്ഞു. കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് ചെയ്തോളാന്നും എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്നും പറഞ്ഞിട്ടാ ഞാൻ അവിടുന്ന് പോകുന്നത്. അതില് കുഴപ്പമൊന്നുമില്ലല്ലോ സച്ചേട്ടാ? എന്തോ കുഴപ്പം? അല്ല, പിന്നീട് ആലോചിച്ചപ്പോഴാ സച്ചേട്ടനോട് ചോദിക്കാതെ അവർക്ക് വാക്കു കൊടുത്തത് തെറ്റായി പോയെന്നൊരു സംശയം തോന്നിയത്. ഒരു തെറ്റുമില്ല. തനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ എന്റെ സമ്മതത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. അല്ല, അദ്ദേഹത്തിന് എന്താ ആ കുഞ്ഞിനോട് ഇത്ര ദേഷ്യം? ഞാനും അത് ആലോചിച്ചു. ശിവനോട് ചോദിച്ചിട്ട് മറുപടി ഒന്നും പറഞ്ഞുമില്ല. അർഹതയില്ലാത്തവർക്ക് ഈശ്വരൻ കൊടുക്കുകയും ചെയ്യും, ആഗ്രഹിക്കുന്നവർക്കൊട്ടും തരുന്നുമില്ല. അല്ല, സച്ചേട്ടൻ സന്ധ്യ ഡോക്ടറിനെ കണ്ടിരുന്നോ? ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതായിട്ട് വല്ലതും അറിഞ്ഞോ? കഴിഞ്ഞ ദിവസം ചെയ്ത അർച്ചനയുടെ 2 ടെസ്റ്റ് റിപ്പോർട്ടുകളും വന്നു. നെഗറ്റീവാണ്. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവായിരുന്നെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇതിപ്പോ എന്ന് പറഞ്ഞു? അതെ, അർച്ചന ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല. ഞാൻ വിളിച്ചു ചോദിക്കണോ ഡോക്ടറോട്? വേണ്ട, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. റിസൾട്ട് പോസിറ്റീവ് ആണെന്നാ പറഞ്ഞത്. ഞാനത് പറയാൻ വിട്ടുപോയത്. ജൂലൈ 19 അന്നാണ് ആ ദിവസമല്ലേ അർച്ചന സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തീരുമാനിച്ചിരിക്കുന്ന ആ ദിവസം. ഞാൻ കുറെ ആലോചിച്ചു സച്ചേട്ട. ഞാൻ കാരണം സച്ചേട്ടന്റെ ജീവിതം അർത്ഥമില്ലാതാവരുത്. ഈ 6 മാസ കാലയളവിൽ നമ്മളെ ഒന്നിപ്പിച്ച് ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ. നമുക്കിടയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മളെ തമ്മിൽ ചേർത്ത് വെക്കണം, അതോ കുഞ്ഞിനെ തരാതെ നമ്മളെ തമ്മിൽ അകറ്റണമെന്നോ?
ഹലോ 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 കേൾക്കുന്നില്ല. ഛെ, ആ. ഹലോ ഹലോ ഹലോ. മോൾ ഇവിടെ കിടന്നോ? അമ്മ പോയി മോൾക്കുള്ള പാലെടുത്തോണ്ട് വരാൻ കേട്ടോ. കരയാതെ കിടക്കണേ. ബഹളം വെക്കണ്ട, അമ്മ ഇപ്പൊ വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.